പറയുകയാണ്, ഈ റിജിൻലാൽ ഗൾഫിൽ പോയതിനു ശേഷം മറ്റൊരു യുവതിയുമായി ഈ റിജിൻലാലിന്റെ കല്യാണം ഒന്ന് കൂടെ നിൽക്കുന്നതാണ് വലിയ മനുഷ്യത്വം. സത്യം മുഴുവൻ അറിയാതെ ഒരാളുടെ ജീവിതത്തിലും വേദത്തിലും വിധി പറയാതെ ഈ പറഞ്ഞ റിജിൻ രാജിന് സപ്പോർട്ടായിട്ടാണോ നിങ്ങൾ നിൽക്കുന്നത്? കുറെ ആൾക്കാർ വന്നിട്ട് കമന്റ് ബോക്സിലൊക്കെ എഴുതുന്നതൊക്കെ കണ്ടായിരുന്നു. ഇവിടെ ആരെങ്കിലും റിജിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ടെന്ന് പറയാൻ അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, ജസ്റ്റിസ് ഫോർ സോന എന്ന് പറഞ്ഞു ഒന്ന് കമന്റ് ഇടുക. ആ കുട്ടിക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇവർ പ്രതിയാണെന്ന് തോന്നുന്നവർ നിങ്ങളുടെ അഭിപ്രായം അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, പരമാവധി വിഷയം ഷെയർ ചെയ്തേക്കുക, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്തേക്കാം. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് BGM മ്യൂസിക്കും ഒക്കെ കേട്ടിട്ട് ഇവരെ ഇച്ചിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ താഴെയിലൊക്കെ ഫുൾ ഇവരെ സപ്പോർട്ടായിട്ടാണ് കമൻറ്റും കാര്യങ്ങളൊക്കെ. ആൾക്കാർക്ക് പഴയ കഥകളൊന്നും അറിയത്തില്ലല്ലോ. ഇവർ ഒരുമിച്ച് പ്രണയിച്ചാണ് വേറൊരു പെണ്ണിനെ കണ്ടപ്പോൾ ഇവൻ നൈസായിട്ട് അവൾ ഒഴിവാക്കാൻ നോക്കിയതും അവൾ ട്രെയിൻ ചാടാൻ പോയതും അവസാനം കേസായി പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഒത്തുതീർപ്പും കാര്യങ്ങളും ആക്കി അവസാനം ഒരു ധാരണ ഇട്ടിട്ട് വീട്ടുകാർ പോലും സമ്മതിച്ചില്ലായിരുന്നു ഈ ഒരു കുടുംബത്തിന്റെ കല്യാണം. അതായത് അവന്റെ കുടുംബക്കാരും സമ്മതിച്ചിട്ടില്ലായിരുന്നു കല്യാണവും കാര്യങ്ങളൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ കൊച്ചിന്റെ വീട് സ്ഥിതി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കമന്റ് ബോക്സിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ വെച്ചുതരാം. വീടിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഒന്ന് വെച്ചുതരാം. അത് നിങ്ങൾ കാണണം, അതൊന്ന് വെച്ചുതരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തിന്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു കമന്റ്സ് പുള്ളി വായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും കൂടെ നമുക്കൊന്ന് സംസാരിക്കാം. പാവപ്പെട്ട വീട്ടിലെ കൊച്ചാണെന്ന് തോന്നുന്നു. പാവപ്പെട്ട വീട്ടിലെ കൊച്ചാണ്. അതിപ്പോൾ അവരുടെ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമൊക്കെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് കല്യാണത്തിനൊന്നും താല്പര്യമൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെ. പിന്നെ ചില ടീംസുകളൊക്കെ ഉണ്ട്, ചിലത്തിനെയൊക്കെ കഷ്ടപ്പെട്ട് വളച്ചെല്ലാം കഴിഞ്ഞിട്ട് പുണ്യാളത്തെ പോലെ ആക്കി വർണ്ണിച്ച് കൂടെ അങ്ങ് കൊണ്ട് നടക്കും. കാര്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേറെ ഒരുത്തി വരുമ്പോഴത്തേക്ക് നൈസായിട്ട് അങ്ങോട്ട് പോകാൻ നോക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവളാരെ ബാധ്യത? എങ്ങനെയെങ്കിലും അവൾ ഒഴിവാക്കണം. അവൾ ഒഴിവാക്കിയാലേ സമാധാനത്തോട് ഇപ്പുറത്ത് ഉല്ലാസിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചില നാറികളുണ്ട്, പരനാറികളൊക്കെ. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് നാല് ടീംസുകളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അവർക്കൊന്നും അതിൻ്റെ ഒന്നും വാല്യൂവും കാര്യങ്ങളും അറിയത്തില്ല. കാരണം സ്വന്തം സുഖങ്ങളും ഇതും മാത്രം നോക്കി ഉണ്ടാക്കി നടക്കുന്ന കുറേ ടീംസുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം എടുത്തെടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നത്. കാരണം അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ചില നാറികൾ. ഓക്കെ, എന്തായാലും അത് മാത്രമല്ല, അതാണ്ട് ഇതിപ്പം വേറൊരു ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തും വരുന്നതാണ്. കാറിന് തീ പിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല, വയറുകൾക്കും പെട്രോൾക്കും ടാങ്കുകൾക്ക് കേടുപാടില്ല എന്നുള്ള രീതിയിലെ കാര്യങ്ങളൊക്കെ. അവിടെ ഈ കണ്ട നിന്നൊരു ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വലിയൊരു സൗണ്ട് കേട്ടെന്നാണ് പറഞ്ഞത്. വലിയൊരു സൗണ്ട്, പുറവശത്തൂടെ വലിയൊരു സൗണ്ട്. ഫ്രണ്ടിലോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിക്ക് അങ്ങനെ 2012 മോഡൽ ഷിഫ്റ്റ് കാറും കാര്യങ്ങളും അങ്ങനെ അത്യാവശ്യം പുത്തൻ വണ്ടിയാണെന്നൊക്കെയാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിനിത് എങ്ങനെ പറ്റും? അപ്പം പ്രത്യേകിച്ച് എന്താ പറയണ്ടേ, വേറെ കാര്യങ്ങളൊന്നും ഫോറൻസിക് റിപ്പോർട്ടിൽ കൂടെ ഒന്നും കിട്ടിയിട്ടുമില്ല. അവിടെ വലിയൊരു സ്ഫോടനം പോലെ സംഭവിച്ചെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്തെങ്കിലും എല്ലാവരും പറയുന്നത് ഇവൻ എന്തോ കുരുട്ട് പരിപാടി ചെയ്തിട്ടുള്ള രീതിയിലാണ് ആൾക്കാർ. കാരണം അതേ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പോക്കുവാണെങ്കിൽ അതേ രീതിയിലാണ് എല്ലാം പോവുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു ആ തോടിൻ്റെ സൈഡിലോട്ട് വണ്ടി ഇങ്ങനെ കിടക്കുന്നു, അവിടെ വെച്ച് ഇതൊക്കെ ഉണ്ടാവുന്നു, പെട്ടെന്ന് അവൻ ചാടി വെള്ളത്തിലോട്ട് പോകുന്നു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അവൻ അവളെ ഹെൽപ്പ് ചെയ്യാനെങ്കിലും നോക്കിയാനെ. അവളെ വന്ന് എന്ന് വെച്ചാൽ അവിടെ വന്ന കാറ് നാട്ടുകാരെല്ലാം ഓടി വന്ന സമയത്ത്, അതും കുറേ കഴിഞ്ഞിട്ടാണ് വണ്ടിക്കകത്ത് ആളുണ്ടെന്ന് പോലും അവൻ പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ അവൻ്റെ ഒരു പക്ഷേ അവൻ്റെ വെപ്രാളം കൊണ്ടായിരിക്കും, വെപ്രാളം കൊണ്ടോ എന്തോ ആയിരിക്കും. പക്ഷെ അവനത് പറയാമായിരുന്നല്ലോ. അവൻ കൂടി രക്ഷപ്പെട്ടതൊക്കെ വെപ്രാളം കൊണ്ടായിരിക്കും. പക്ഷെ അവനത് പറയാമായിരുന്നല്ലോ. ഇന്ന ആൾ വണ്ടിക്കകത്തുണ്ട്, അല്ലെങ്കിൽ അവിടെ കിടന്ന് കത്തിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം ചിലപ്പോൾ അവനൊരു ആവശ്യമായിട്ടും ഉണ്ടായിരുന്നത്. കാരണം അവന് ഒന്നെങ്കിൽ അവളെ വേണ്ട. കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ അവൻ ഈ പരിപാടി കാണിക്കുമായിരുന്നു. പലവട്ടം ഒഴിയാനും ശ്രമിച്ചിട്ടും ഉണ്ടായിരുന്നു. എപ്പോഴും വീടുകളിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും മാത്രമുണ്ട്. പിന്നെ പല സ്ത്രീ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ താല്പര്യം ഇല്ലാത്തവരത്തിനാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഇത് കൊണ്ടാക്കാൻ പോയെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ആ പെണ്ണിന്റെ വാശിയായിരുന്നു. അവനില്ലാതെ പറ്റത്തില്ലെന്നുള്ള ഒറ്റ ഒരു വാശി. അവന് ചിലപ്പോൾ മടുത്ത് കാണാതിരിക്കും. ചില ടീംസുകളൊക്കെ ഉണ്ട് ഇങ്ങനെ, ഒട്ടും താല്പര്യമില്ലാതെ ഒരാൾ കൂടെ നിൽക്കുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനേ നോക്കത്തുള്ളൂ. അത് ഏത് രീതിയിലാണെങ്കിൽ പോലും. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലാണെങ്കിൽ പോലും ഒരു ബാധ്യത മാത്രം. പിന്നെ തുമ്പത്ത് ചൊറിച്ചിലെടുക്കുമ്പോൾ ഇടയ്ക്ക് കയറി ഉണ്ടാക്കാൻ പോയി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കുന്ന പല ടീംസുകളുണ്ട്. എന്നിട്ട് എന്തുവാ നൈസായിട്ട് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി നോക്കുന്നത്. ഇതിപ്പോൾ പല കേസ് കേട്ടുണ്ട്. ഒരു പെണ്ണിൻ്റെ എല്ലാം പാമ്പേറി കേസ് കേട്ട് അറിയാലോ. എനിക്ക് തോന്നുന്നു അതിനൊക്കെ വലിയൊന്നും തോന്നുന്നു. ഓക്കെ, അങ്ങനെ ആയപ്പോഴാണ് ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു കമൻറ്റ് കാണാനിടയായിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റിനെ കുറിച്ച്
നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം, നോക്കിയിട്ട് വരാം. ഈ വാർത്തയിൽ കാണുന്നത് എന്റെ ചെറുപ്പകാലം തൊട്ടുള്ള സുഹൃത്തിന്റെ ഭാര്യയാണ്. ന്യൂസ് ചാനൽസിലൊക്കെ വന്ന വാർത്തകൾ താഴെ 80% ആളുകളും കമന്റ് ഇട്ട് മെഴുകുന്നത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ അടുത്തുള്ള തൊട്ടിലേക്ക് എടുത്ത് ചാടി ഭാര്യയെ നോക്കില്ല എന്നാണ്. അങ്ങനെ സുഹൃത്തുക്കളെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കമന്റ് ഇട്ട് മെഴുകുന്ന നേരം നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ ലാലുവിന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന്? ഒരു വാഹനത്തിൽ തീ പടരുമ്പോൾ അത് സിനിമയിലെ പോലെ ചിന്തിച്ച് പ്രവർത്തിച്ച നിമിഷമല്ല, സെക്കൻഡുകൾക്കുള്ളിൽ ശരീരമൊട്ടാകെ ചൂട് പിടിക്കും, തെളിവുകളും കണ്ണിൽ കഠിനമായ പുകയും കയറും, മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. ആ സമയത്ത് മനുഷ്യന്റെ ബ്രെയിൻ ആദ്യം ചെയ്ത് സർവൈവൽ മോഡിലേക്ക് പോകുന്നത് എന്നാണ്. ഓക്സിജൻ കിട്ടണം, തീയിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടണം, ശരീരത്തെ രക്ഷിക്കണം, അതാണ് ഓട്ടോമാറ്റിക് റിയാക്ഷൻ. ഇത് സത്യമാണ് കേട്ടോ, ഇത് സത്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയില്ലേ, ഈ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ കുട്ടിയെ പിടിച്ച് ഫ്രണ്ടിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഇരിക്കാതെ കുട്ടിയെ ഫ്രണ്ടിൽ ഇരിക്കരുതെന്ന് പറയാൻ വെച്ചാൽ നമുക്ക് ഈ സ്ത്രീ ആരെങ്കിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് കുട്ടിയെ പിടിച്ചിരിക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് ഒരു ഇമ്പാക്ട് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പാനിക് സിറ്റുവേഷൻ ആയിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി റെസ്പോണ്ട് ചെയ്യുക പിടിച്ചിട്ടാണ്. അതായത് ഈ കുട്ടിയെ കൈവിടുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പക്ഷേ നമ്മളാരും വിടുമെന്ന് തോന്നുന്നില്ല. ഞാൻ വിടൂല, അത് വേറെ കാര്യങ്ങളാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരിക്കലും കൈവിടൂല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്ത് വന്നാലും ആ ഒരു വ്യക്തിനെ രക്ഷപ്പെടുത്താൻ നോക്കിയിരിക്കും. അതിപ്പോൾ കുട്ടിയായാലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം ചോദിച്ചു. ഈ അടുത്ത സമയത്ത് ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട് ഒരമ്മ ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് കിടന്ന് മരണപ്പെട്ടായിരുന്നു. നിങ്ങൾ അറിഞ്ഞല്ലോ, നമ്മുടെ നോർത്ത് ഇന്ത്യയിലല്ല, നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഒരു അമ്മ കിടന്നത്, അത് ആണെന്ന് പറയുക ചെയ്ത് ഫോട്ടോ ആണ്, പക്ഷെ ഒറിജിനൽ സംഭവമാണത്. ആ ഒരു സംഭവം നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അവർക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു, അവർക്ക് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കുഞ്ഞിങ്ങനെ ഇരുന്നുകൊണ്ടാണ് അവരിങ്ങനെ മലന്ന് കിടന്നത്. അങ്ങനെ അവർക്ക് വെള്ളം കയറിയതാണ്. ആ കുഞ്ഞിങ്ങനെ കിടന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് രക്ഷപ്പെടാമായിരുന്നു. എന്തുകൊണ്ട്? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. സൈക്കോളജി അത് ഇത് മറ്റത് മറിച്ച് ഇതൊക്കെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അത് വേറെ കാര്യങ്ങൾ കേട്ടോ. അത് ഭയന്നോടല്ല, അതൊരു മനുഷ്യന്റെ ശരീരത്തിന്റെ സ്വാഭാവിക പ്രതികരണമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വേണ്ടതാണ് സ്വന്തക്കാരെ രക്ഷിക്കുന്ന പലരും, ജീവൻ കൊടുത്തിട്ട് പോലും രക്ഷിക്കുന്ന പല സിറ്റുവേഷൻസും നമ്മുടെ ഉള്ളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ദേഹമാസകലം പൊള്ളിയും ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരാൾക്ക് ആദ്യ നിമിഷങ്ങളിൽ വ്യക്തമായി ചിന്തിക്കാനോ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനോ പോലും സാധിക്കില്ല. സ്വന്തമായി ഒന്ന് ശ്വസിക്കാൻ കഴിയുമ്പോഴേ കൂടെ ഉള്ളവരെ രക്ഷിക്കാനും ചിന്ത പോലും വരും. പ്രത്യേകിച്ച് തീപ്പൊള്ളലിന്റെ വേദന. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ അവൻ അങ്ങനെ ചാടി രക്ഷപ്പെടാൻ നോക്കുന്ന ഒരുത്തനായിരുന്നെങ്കിൽ അവൻ കിടന്നാൽ എന്ത് പറയട്ടെ, അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നവനായിരുന്നെങ്കിൽ അവൻ്റെ അക്ഷരം ഉണ്ടാകുന്ന തന്നെ സ്വന്തം കാര്യം നോക്കുന്നവൻ അത്യാവശ്യം എന്താ പറയണ്ടേ, ഈ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഈ കിടന്ന് അലറിയാൻ നാണക്കേടാണോ മറ്റേത് അങ്ങനെ വിചാരിക്കുന്ന ഒരുത്തനാണെങ്കിൽ ഈ പറയുന്ന ഓക്കെ എന്ന് പറയാം. എനിക്ക് ഒരു എന്താ പറയണ്ടേ, ഞാൻ സംസാരിച്ച വേറെ പലതിലോട്ടും അങ്ങ് പോയി പോകുന്നുണ്ട്. കാരണം ഓരോരുത്തരുടെ ചില തൊലിഞ്ഞ കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് വിവരക്കേട് പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ അല്ലെങ്കിൽ ഇത്രയും സംഭവം തുടങ്ങി അവനൊന്ന് അലറായിരുന്നു. അവൻ ആ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ കാണിക്കുന്ന മാത്രമേ ഉള്ളായിരുന്നു എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുകയൊക്കെ ചെയ്തത്. എന്നിട്ടും കുറെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ആ പെൺകുട്ടി വണ്ടിക്കകത്തുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. എനിക്കൊന്നുകൊണ്ടും ഇങ്ങോട്ട് എന്തോ കണക്റ്റഡ് ആവുന്നില്ല പല കാര്യത്തിലോട്ടും. പുള്ളിയെ നല്ല രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്യണം. ഇപ്പോൾ കുടുംബക്കാർ പറയുന്ന 65% എന്തൊക്കെയോ നെഗറ്റീവ് അടി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും സുഹൃത്ത് പറയുന്ന ചേട്ടൻ പറ. ആ നിമിഷം ശരീരവും മനസ്സും ഒരുപാട് നിയന്ത്രണം വിട്ടുപോകും. അതിനിടയിൽ ദുരൂഹത ആരംഭിച്ച് വിധി പറയാൻ കുറെ സോഷ്യൽ മീഡിയ ജഡ്ജിമാരും നിയമവസരം പൊള്ളലേറ്റ ചെറുപ്പക്കാരൻ ഇപ്പോഴും ICUയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ആ കുടുംബത്തിന്റെ അവരുടെ ബന്ധുക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ ഇടയിൽ ഓരോ കമന്റ്സ് കൊണ്ട് വീണ്ടും അവരെ തകർക്കുന്നത്. ഇതെല്ലാം കണ്ടു നിൽക്കുമ്പോഴും ആ ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഉള്ളിലെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല. ചെറുപ്പം മുതൽ ഒപ്പം നടന്ന ഒരാളെ ഇത്രയും വേദനയിലും പൊള്ളലിലും കണ്ടു നിൽക്കുന്നത് തന്നെ സഹിക്കാനാകുന്നില്ല. അതിലും കൂടുതൽ വേദനിപ്പിക്കുന്നത് ജീവന മരണത്തിനുമിടയിൽ ICUയിൽ കിടക്കുന്ന ഒരാളെ പുറത്തു നിന്ന് ചില വാക്കുകൊണ്ട് വീണ്ടും കൊന്നുകൊണ്ടിരിക്കുന്നു. ചില സമയങ്ങളിൽ നിശബ്ദമായി ഒന്ന് കൂടെ നിൽക്കുന്നതാണ് വലിയ മനുഷ്യത്വം. സത്യം മുഴുവൻ അറിയാതെ ഒരാളുടെ ജീവിതത്തിലും വേദത്തിലും വിധി പറയരുത്. ഇനി അഥവാ ദുരൂഹത ഉണ്ടെങ്കിൽ അന്വേഷണം വരട്ടെ, സത്യം തെളിയിക്കട്ടെ. അതുവരെ അനാവശ്യ ആരോപണങ്ങൾ ഒഴിവാക്കിക്കൂടെ? അക്കാലത്തിൽ പൊളിഞ്ഞുപോയ സോനയ്ക്കും വീടിന് മുമ്പേ കൊഴിഞ്ഞുപോയ ആ കുഞ്ഞു പൂമോട്ടിനും കണ്ണീർ പ്രണാമം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഫേസ്ബുക്ക് പേജ് അവസാനിക്കുന്നത്. ഫേസ്ബുക്കിൽ വരുന്ന ഒരു കമന്റ് അവസാനിക്കുന്നത്. ഒരുപാട് ദുരൂഹമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു ന്യൂസ് കാണുന്ന സമയത്ത് വരും. ഞാനിതിൽ കുറച്ച് കാര്യങ്ങൾ ന്യൂസ് ഇവിടെ പ്ലേ ചെയ്യാം. എന്താണ് ഓക്കെ, എന്തായാലും ഇപ്പൊ ഇതിന്റെ ഒരു ഒന്നും ഇല്ലാത്ത രീതി കിടക്കുകയാണ്. ഇനി അടുത്ത ന്യൂസ് എന്താണ്, അടുത്ത കാര്യങ്ങൾ എന്താണ്, അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കുന്നതായിരിക്കും നിങ്ങളെ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് പോയേ ഉള്ളൂ. ഈ കമന്റ്സ് ഇടുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ഒറ്റ ഇതായിട്ടേ തോന്നുന്നേ ഉള്ളൂ. അവിടെ ആ ഒരു പെൺകുട്ടി കാറിനകത്ത് കിടപ്പുണ്ടെന്നുള്ള കാര്യം പോലും അവിടെ ആൾക്കാർ വന്നിട്ട് പോലും അവനത് പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിലാണ്.
അതാണ്. പിന്നെ അവൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ അവന് ബ്ലാക്ക് മാർക്കാണ്. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞാണ് ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള രീതിയിൽ പലവട്ടം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പുഴയുടെ അവിടെ വെച്ച് വന്നപ്പോൾ മാത്രം പൊട്ടിത്തെറിയിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്തപ്പം എനിക്ക് നെഗറ്റീവ് അടിച്ചു. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, ബൈ, ലവ് യു ഗൈസ്, ബൈ.